ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയിൽ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കിയെടുക്കുന്ന സേമിയ പായസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നിവിടെ സേമിയ പായസം തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു സേമിയ പായസമാണിത്. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്ത രുചിയിലുള്ള സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ പായസത്തിന്റെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നെയ്യിലേക്ക് 1 കപ്പ് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. സേമിയ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 4-5 മിനിറ്റ് നേരം വറുത്തെടുക്കണം. സേമിയ വറക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ സേമിയ മുഴുവനും ഒരേപോലെ തന്നെ നമുക്ക് റോസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. റോസ്റ്റഡ് സേമിയാണ് കയ്യിലുള്ളതെങ്കിലും ഒരു 2-3 മിനിറ്റ് നേരം നെയ്യിൽ വറുത്തതിന് ശേഷം പായസം തയ്യാറാക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. സേമിയ ഇവിടെ ഇപ്പോൾ പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ച് വന്നാൽ മതിയാകും കേട്ടോ. ഈ വറുത്ത സേമിയ പാനിൽ തന്നെ ഇരുന്നാൽ ഓവറായിട്ട് റോസ്റ്റ് ആവും. അതുകൊണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു കടായിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര 100 ഗ്രാം അളവിലാണ് ഉള്ളത്. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ വെച്ചാൽ മതിയാകും. അല്പസമയം കഴിയുമ്പോൾ പഞ്ചസാര ഇതുപോലെ മെൽറ്റായി തുടങ്ങും. ഗ്യാസ് കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലൊരു ഗോൾഡൻ കളറിൽ കാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, നമ്മുടെ കാരമലൈസ് ഡാർക്ക് കളറായി വരും. കാരമലൈസിന് ഡാർക്ക് കളർ ആയി കഴിഞ്ഞാൽ കയ്പ്പ് രസമായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കാരമലൈസ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആണ്. ബട്ടർ നമുക്കിവിടെ ഉപ്പുള്ളതോ ഉപ്പില്ലാത്തതോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടർ ആണ് എടുത്തിട്ടുള്ളത്. ബട്ടർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ബട്ടറിന് പകരം നമുക്ക് നെയ്യ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത ബട്ടർ കാരമലൈസിൽ നന്നായിട്ട് ഉരുകി ചേർന്ന് വന്നിട്ടുണ്ട്. ബട്ടറും കാരമലൈസും ഈ ഒരു പാകത്തിന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കണം. പായസത്തിന് വേണ്ടിയിട്ട് ഇവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മൾ പാൽ ഒഴിക്കുന്ന ടൈമിൽ കാരമലൈസ് ചെയ്ത പഞ്ചസാരയൊക്കെ കട്ടയായിട്ട് വരും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നാൽ മതി. പാല് ചൂടായിട്ട് വരുമ്പോഴേക്കും അത് മെൽറ്റായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര കട്ട ചെയ്തൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാല് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്തിട്ടില്ല. നമ്മളിവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് സേമിയയ്ക്ക് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. സേമിയ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് നേരം തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാകും. ഞാനിവിടെ പായസത്തിന്റെ മധുരത്തിന് വേണ്ടിയിട്ട് 100 ഗ്രാം പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് എടുത്തിട്ടുള്ളത്. എനിക്കിവിടെ ഈ ഒരു മധുരം കറക്റ്റ് പാകത്തിനാണുള്ളത്. ഈ ഒരു ടൈമിൽ മധുരം ചെക്ക് ചെയ്ത് നോക്കണം. മധുരം പോരാന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ സേമിയ പാകത്തിന് കുക്കായി പായസമൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്.
സേമിയ പായസം ഇരുന്ന് കഴിയുമ്പോൾ അല്പം കൂടി തിക്കായിട്ട് വരും. അപ്പോൾ പായസത്തിന്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. പായസത്തിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7 ഏലക്കായാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഏലക്കാപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പായസത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സും റൈസിൻസ് ഒക്കെ നെയ്യിൽ വറുത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ നമ്മുടെ ഈ ടേസ്റ്റി പായസത്തിൽ നട്ട്സും റൈസിൻസും ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നമ്മുടെ ഈ സേമിയ പായസം ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഈ സേമിയ പായസത്തിന്റെ രുചി ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.